11 വർഷം കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് സഹോദരി അഖില. മരിച്ചതിന്റെ തലേ ദിവസം അതുല്യ തന്റെ വീട്ടിൽ വന്നിരുന്നു. പുതിയ ജോലിക്ക് കയറുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അതുല്യ. മരിച്ച ദിവസവും അതുല്യ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് അതുല്യ അനുഭവിച്ച പീഡനം മനസ്സിലായത് എന്നും അഖില പറഞ്ഞു. ഇത്രയും തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും എൻ്റെ ചേച്ചി ഇത് ചെയ്തതെന്ന്? ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം തലേ ദിവസം വരെ വീട്ടിൽ വന്ന് അത്രയും സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പോയ ഒരാൾ പിറ്റേ ദിവസം ഇല്ലെന്ന് എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും വിളിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അങ്ങനെ ഒരാൾ കോൾ ചെയ്തത് പോലും ഇല്ല, ആർക്കും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഈ വീഡിയോസൊക്കെ നമുക്ക് കാണുന്നത്. ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാരും ഇത്രയൊക്കെ ചേച്ചി സഹിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് അന്നേരം ഒരു പ്രശ്നവും ഇല്ല ചേച്ചിക്ക്. പിന്നെ അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂവിനെ ചൊല്ലി ചേച്ചിയെ അടിച്ചതിൻ്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു. 2 കൈയുടെ ഈ സൈഡിലായിട്ട് നല്ല പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. അല്ലാതെ വേറെ അന്നേരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും 24 മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിലുള്ള 46 ഇഞ്ചുറീസ് ചേച്ചിയുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പം എത്രമാത്രം എൻ്റെ ചേച്ചി സഹിച്ചിട്ടുണ്ടാവും.